ലഞ്ചിന് ശേഷം മാൻഡറ്ററി ഫോർ മധുരം ഞമ്മൽ ഇതിൽ 2 പർപ്പസ് ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സമയത്താണ് നമ്മൾ ആ ഷോപ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാ കോളേജിലെ പിള്ളേരെയും നമുക്ക് അവിടെ കാണാൻ പറ്റും. അതന്നെ ക്യാൻറ്റീൻ ഉണ്ടായിട്ട് പോലും നമ്മൾ ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമ്മയുടെ ഈ ഓട്ടോ കണ്ടപ്പോൾ ഞാൻ ആദ്യം കരുതി കട ഫുള്ളായിട്ട് അങ്ങോട്ട് മേടിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ലേസ് പാക്കറ്റ് ആയിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമുക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ടൈമിൽ ലഞ്ച് ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ BDS കോളേജും BTech കോളേജും പോളിടെക്നിക് കോളേജൊക്കെ കാണാൻ വേണ്ടി പോവാം കേട്ടോ. ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ പോകുന്നത്. ഫസ്റ്റ് ഇയർ ആകുമ്പോഴേ നമ്മൾ വന്നിട്ടുള്ളൂ കേട്ടോ. ഈ കോളേജസ് ഒക്കെ താഴോട്ടാട്ടോ, നമ്മുടെ കോളേജാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ആർട്സ് കോളേജ് കേട്ടോ. ഈ കോളേജസ് ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഫസ്റ്റ് ഇയർ ആവുന്ന ടൈമിലേക്ക് നമ്മൾ ഒത്തിരി തവണ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അന്ന് ഇവിടെ ഹോട്ടൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് BDSും BTech ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഇവർ ഈ കുരങ്ങന്മാരെ പോലെ തൂങ്ങിക്കിടന്ന് നോക്കുന്നത് വേറൊന്നല്ല. പണ്ടൊക്കെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഒരു കോറി ഉണ്ടായിരുന്നു. അങ്ങോട്ടുള്ള വഴി ഭയങ്കര ഡേഞ്ചറായിരുന്നു. പിള്ളേരൊക്കെ കൂടുതലായി പോയി തുടങ്ങിയപ്പോഴാണ് കേട്ടോ നെറ്റൊക്കെ ഇട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വ്യൂ കേട്ടോ. കിടിലം വ്യൂ ആണ്, ഭയങ്കര രസം. നമ്മുടെ കോളേജാണ് പറയുന്നതല്ല, നല്ലൊരു വ്യൂ ആട്ടോ. ഈ മഴക്കാരൊക്കെ മൂടി നിൽക്കുന്ന ടൈമിൽ നല്ല രസമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ ഊട്ടിയിലേക്ക് വന്ന പോലെ ഒരു തോന്നലൊക്കെ ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ഇതാണ് നമ്മൾ BTech കോളേജ്. അങ്ങനെ നമ്മൾ BTech കോളേജിൻ്റെ അവിടെ എത്തിയിട്ട് ഈ കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയൊരു കോറി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ വന്ന ബുദ്ധിമതികളായ രണ്ടെണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്കില്ലാതെ ഇവർക്ക് മാത്രം എന്താ ഫ്രണ്ടിൽ ഒരു സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ. എന്തായാലും ഇവർ ബുദ്ധിന് വിമാനം എന്നല്ല റോക്കറ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. റസു പിന്നെ കുറച്ച് സമയത്തിന് സെക്യൂരിറ്റിക്ക് ഇംഗ്ലീഷും മലയാളമൊക്കെ ഒരുമിച്ച് പഠിപ്പിച്ചു കൊടുക്കലായിരുന്നു കേട്ടോ അവളുടെ ജോലി. പുള്ളിക്കാരൻ തന്നെ കരുതിയിട്ടുണ്ടാവും ഇത് ഭാഷ എന്നുള്ള. ആമി പിന്നെ വേറെ ഏതോ കോണ്ടിനെൻറ്റിൽ പെട്ട പോലെയായിരുന്നു അവളുടെ സംശയങ്ങൾ. ഇങ്ങനെ പോയി അങ്ങനെ വരാൻ പറ്റും, അങ്ങനെ പോയി ഇങ്ങനെ വരാൻ പറ്റും. പുള്ളിക്കാരൻ കരുതിയിട്ടുണ്ടാവും ഇത്രയും വലിയ ഇൻവെസ്റ്റിഗേഷൻ വേണ്ടി വെച്ചിട്ട് എന്തിനാ വെറുതെ LLB എടുത്ത് സമയം കളഞ്ഞ് വല്ല ഫോറൻസിക്കിലും പോയി ചേർന്നാൽ മതിയായിരുന്നു എന്നുള്ളത്. ഇതാണ് നമ്മുടെ പോളിടെക്നിക് കോളേജ് കേട്ടോ. അടിപൊളി വ്യൂ ആട്ടോ ഇവിടുത്തെ. നല്ല രസം ഈ കോളേജ് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ പണ്ടൊക്കെ എപ്പോഴും വന്നിരുന്ന കോളേജ് ആട്ടോ. അങ്ങനെ നടന്ന് അവസാനം BDS കോളേജിൻ്റെ അവിടെ എത്തിയിട്ടോ. ഇതാണ് BDS കോളേജ്. ഏറ്റവും ലാസ്റ്റിലാട്ടോ BDS കോളേജ് വരുന്നത്. ഒരടി മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഇരുന്നല്ലാതെ പറ്റില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. ആദ്യം അമ്മി ഇരിക്കില്ല നിൽക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചാടിയിട്ട് നിന്നെങ്കിലും ഇരിക്കാതെ വേറെ വഴിയില്ല എന്നായപ്പോൾ അവൾ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങുമ്പോൾ ഈ ആവശ്യം എന്തായാലും കയറുമ്പോൾ കാണില്ല എന്നുള്ള ഒടുക്കത്തെ വേദന ആയിരുന്നു കേട്ടോ. പിന്നെ റസുവിൻ്റെ ഒരു ടെക്നോളജി ആയിരുന്നു. പിന്നിലോട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടില്ല എന്നുള്ളത്. എന്തായാലേ അപ്പോൾ ഇന്നൊക്കെ ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കാനല്ലേ ഷെയർ ടാറ്റാ.